ഹലോ, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശിവോഹൻ ചിന്നൂസ് ചാനലിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകർ, തമ്മിനേലിൽ കണ്ട ശനിദോഷം അകറ്റുന്നതിനുള്ള ശാസ്താമന്ത്രത്തെ കുറിച്ചിട്ടുള്ള വീഡിയോയാണ്. ശനിദോഷമുള്ളവർ എല്ലാ ശനിയാഴ്ചയും, പ്രത്യേകിച്ച് 30 ശനിയാഴ്ചയൊക്കെ ശാസ്താ ക്ഷേത്രത്തിൽ പോകുന്നത് ഉത്തമമാണ് കേട്ടോ. പോയി നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. അതിൻ്റെ കൂടെ തന്നെ അരയാൽ പ്രദക്ഷിണം ചെയ്യുന്നത് വളരെയധികം ശ്രേഷ്ഠമായ കാര്യമാണ്. അരയാൽ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ശനി ഗായത്രി ജപിച്ചുകൊണ്ട് ചെയ്താൽ ശനിദോഷങ്ങളുടെ ആ ഒരു കാഠിന്യം ഒക്കെ ഉണ്ടല്ലോ, അത് വളരെയധികം അകന്നു കിട്ടും എന്നാണ് പറയാ. ശനി ഗായത്രിയെ കുറിച്ചിട്ടുള്ള വീഡിയോ ശിവോഹൻ ചിന്നു ചാനലിൽ നിരവധി തവണ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോളൂ. മാത്രമല്ല, ശനിയാഴ്ച ദിവസം കാക്കയ്ക്ക് ഒരു പിടി ഭക്ഷണം കൊടുക്കുന്നത് നല്ലതാണ്. ശനിയാഴ്ച ദിവസം തന്നെ ആരോരുമില്ലാത്ത ആളുകൾക്കും, അതായത് അഗതികളായിട്ടുള്ള ആളുകൾക്ക്, വൃദ്ധന്മാർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നത് നല്ലതാണ്. അതുമാത്രമല്ല, നമ്മുടെ ഹനുമാൻ സ്വാമിയെ ശനിയാഴ്ച ദിവസം ഭജിക്കുന്നത്, ഹനുമാൻ സ്വാമിയുടെ നാമങ്ങൾ ഉച്ചരിക്കുന്നതൊക്കെ തീർച്ചയായും ഉത്തമമാണ് കേട്ടോ. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നവർക്ക് ശനിദോഷം വരില്ല എന്നൊക്കെയാണ് പറയാറ്. ഇനി ഇത് മാത്രമല്ല, ശ്രീ മഹാദേവന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നതും അത്യുത്തമമാണ്. ഒന്നും അറിയാത്തവർക്ക് നമശിവായയോ ഓം നമശിവായയോ ജപിക്കാം. ഇനി ഇന്നത്തെ മന്ത്രത്തിലേക്ക് തിരിച്ചു വരാം. അതായത് ശനിദോഷം അകറ്റുന്നതിനുള്ള ശാസ്താ മന്ത്രമാണ്, കേട്ടോളൂ. ഓം നമോ ഭഗവതേ ഹരിഹരപുത്രായ പുത്രലാഭായ ശത്രുനാശനായ മദഗജവാഹനായ ധർമ്മശാസ്ത്രേ സ്വഹ. ഒന്നുകൂടി പറഞ്ഞു തരാം. ഓം നമോ ഭഗവതേ ഹരിഹരപുത്രായ പുത്രലാഭായ ശത്രുനാശനായ മദഗജവാഹനായ ധർമ്മശാസ്ത്രേ സ്വഹ. ദോഷമുള്ളവരും കാഠിന്യമായ, അതായത് വളരെയധികം ദോഷം അനുഭവിക്കുന്നവരാണെങ്കിൽ 108 കുറയ്ക്കരുത് കേട്ടോ. അത് ഞാൻ വിനീതമായിട്ട് പറയുകയാണ്, അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ പ്രേക്ഷകരോട്. 108 കുറയാതെ മന്ത്രങ്ങൾ ജപിക്കാൻ എപ്പോഴും ശീലിച്ചോളൂ. 108 എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികൾ ജപിക്കുന്ന സംഖ്യയാണ്. നമ്മൾ മുതിർന്നവരൊക്കെ എത്രത്തോളം 1008 മിനിമം ആക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അപ്പോഴേ നമുക്ക് പെട്ടെന്ന് ഫലം കിട്ടുള്ളൂ. നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ. അപ്പൊ പെട്ടെന്ന് ഫലം കിട്ടാൻ കൂട്ടി ജപിക്കുക. അതിന് നമ്മളൊന്ന് മനസ്സ് കാണിക്കണം കേട്ടോ. മാത്രമല്ല, ശനിയാഴ്ച ദിവസം നീരാഞ്ജനം, എള്ളുപായസം, എള്ളുതിരി കത്തിക്കുക, ഇതൊക്കെ ചെയ്താലും ഉത്തമമാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ പൂർണ്ണമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവർക്കും ശ്രീ ധർമ്മശാസ്താവിന്റെ അനുഗ്രഹവും കൃപാകടാക്ഷവും ഒക്കെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.